ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ബിലാലിൻ്റെ കരച്ചിൽ കേട്ട് പ്രിയപ്പെട്ട ഭാര്യ എഴുന്നേൽക്കുകയാണ്. അങ്ങ് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നു. ബിലാൽ പറയുകയാണ്, ഞാൻ എൻ്റെ മുത്ത് ഹബീബിനെ സ്വപ്നത്തിൽ കാണുകയാണ്. കാണുക മാത്രമല്ല, എൻ്റെ ഹബീബ് എന്നോട് സംസാരിച്ചു. ബിലാലിനോട് ഭാര്യ ചോദിക്കുകയാണ്, മുത്ത് ഹബീബ് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ബിലാൽ പറയുകയാണ്, എൻ്റെ ഹബീബ് എന്നോട് പറയുകയാണ്, ഓ ബിലാലെ, പിടക്കമാണോ? എന്തുകൊണ്ടാണ് നീ എന്നെ സന്ദർശിക്കാൻ വരാത്തത്? ഇത് പറഞ്ഞുകൊണ്ട് ബിലാൽ വീണ്ടും കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട ഭാര്യ ബിലാലിനെ ആശ്വസിപ്പിക്കുകയാണ്, അങ്ങ് കരയരുത്, സമാധാനിക്കൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് പോകണം. അങ്ങനെ ഉടനെ തന്നെ ബിലാൽ പുറപ്പെടുകയാണ്. മദീനയിലെത്തിയ ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി കണ്ടുമുട്ടുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയാണ്. തങ്ങളെ കണ്ട ഉടനെ ബിലാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ബിലാലിനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, പ്രവാചകന്റെ കാലത്ത് അങ്ങ് വിളിച്ചിരുന്ന ബാങ്കുണ്ടല്ലോ, അത് ഒന്നുകൂടി വിളിക്കണം ബിലാലെ. ഇത് കേട്ടതും ബിലാൽ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, എന്നോട് മാപ്പാക്കണം, എനിക്കതിന് കഴിയില്ല. പ്രവാചകനില്ലാത്ത മദീനയിൽ ഇനി ഒരിക്കലും എനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ല, എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. പ്രവാചകന്റെ കാലത്ത് പ്രവാചകനെ നിസ്കാരത്തിനായി ഞാൻ അടുക്കൽ ചെന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ ഇനി അതിന് സാധിക്കില്ല. പ്രവാചകനില്ലാത്ത മദീനയിൽ ഇനി ഒരിക്കലും എനിക്ക് ബാങ്ക് വിളിക്കാൻ സാധിക്കില്ലെന്ന് സിദ്ദീഖ് തങ്ങളോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോഴാണ് പ്രവാചകന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ വരുന്നത്. അവരെ കണ്ട മാത്രയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഹസനും ഹുസൈനും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ കൂടി ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യം തിരസ്കരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ പ്രവാചകന്റെ കാലത്ത് കയറി നിന്ന സ്ഥലത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടി ബാങ്ക് വിളിക്കാൻ പുറപ്പെടുകയാണ്. അങ്ങനെ ആ സ്ഥലത്തെത്തി ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ ഒരുങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീന സ്തംഭിച്ചു പോയി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീന നിവാസികൾ പൊട്ടിക്കരഞ്ഞു. തിരുനബി തിരിച്ചു വന്നോ, തിരുനബി തിരിച്ചു വന്നോ? മദീന നിവാസികൾ ഒന്നടങ്കം ചോദിക്കാൻ തുടങ്ങി. പ്രവാചകന്റെ കാലത്ത് കേട്ട അതേ ശബ്ദം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിലെ കമ്പോളങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഓടാൻ തുടങ്ങി. മദീനയിലെ വീടുകളിൽ നിന്ന് സ്ത്രീകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തിരുനബി തിരിച്ചു വന്നിരിക്കുന്നു, തിരുനബി തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് വിളി കേട്ട സ്ഥലത്തേക്ക് മദീനയിലെ ഒന്നടങ്കം ആളുകൾ കൂട്ടത്തോടെ ഓടാൻ തുടങ്ങി. അങ്ങനെ ബിലാൽ ബാങ്ക് വിളിക്കുന്ന സ്ഥലത്തേക്ക് മദീന നിവാസികൾ എത്തുകയാണ്. ഒന്നടങ്കം ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീന നിവാസികൾ ബിലാൽ ബാങ്ക് കൊടുക്കുന്നത് കാണുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചപ്പോൾ ബിലാലിൻ്റെ കണ്ടമിടറി. ബിലാലിന് ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കയറുന്ന സ്ഥലത്തേക്കും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തിരുനബിയുടെ വഫാത്തിന് ശേഷം മദീന ഇത്രയും കരഞ്ഞ മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്ത ആ ദിവസമല്ലാതെ.